പിന്നെ പക്ഷേ KGF-ന്റെ ഒരു കുറേ ഷാഡോയോ ആ ഒരു കളർ ഗ്രൈനസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രഭാസിന്റെ ലുക്കാണ് കറക്റ്റ്. ആ ഒരു ലുക്ക് കയ്യിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ആദിപുരുഷന്റെ ഒരു പതിപ്പായിരിക്കും അങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. പൃഥ്വിരാജിന്റെ കാണിക്കുന്നതുകൊണ്ട് നല്ലൊരു റോൾ തന്നെ പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ, പിന്നെ ഡയലോഗുകൾ അതെല്ലാം ഒരു KGF ടച്ച് തന്നെ ഉണ്ട്. പിന്നെ KGF തന്നെയാണ്. റോക്കി ബൈ റോക്കി മറ്റൊരു പ്രഭാസിന്റെ ഒരു റിബൽ സ്റ്റാർ. പാൻ ഇന്ത്യ ലെവൽ നോക്കുമ്പോൾ പ്രഭാസ് തന്നെ, പിന്നെ സഞ്ജയ് ദത്ത് ഉണ്ട്, നമുക്ക് നമ്മുടെ പൃഥ്വിരാജ്. ഫിലിം മേക്കിംഗ് ഇഷ്ടമാണ്. അതായത് ഒരു മേക്കബിലി സാധനം കൊണ്ടുവന്ന് ഒരു വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ ഇഷ്ടമാണ്. KGF-ന്റെ സെയിം ഇതാണ് അതുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഡിപ്പെൻസ്, കാരണം സ്റ്റോറിയായിട്ട് കണക്ഷൻ ഉണ്ടോ ഇല്ല. അപ്പം ഞാൻ കുറേ ഇത് കണ്ടായിരുന്നു, ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ട് KGF-ന്റെ സെയിം ഫോർമുല യൂസ് ചെയ്തിരിക്കുന്നു. സെയിം അതുകൊണ്ട് വലിയൊരു ബിഗ് ക്യാൻവാസ് സാധനമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രഭാസ് മാത്രമേ എനിക്ക് ചെറിയൊരു ഇതുള്ളൂ, പക്ഷേ പുള്ളിയെപ്പോലും നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എല്ലാ യൂണിവേഴ്സിനും ഇപ്പം LCU ലോകേഷ് യൂണിവേഴ്സ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോ സ്റ്റോറി ടെല്ലിങ് ആൾക്കാരുടെ ഇതാണ്. അപ്പം നല്ലതായിരിക്കും, കാരണം ഒരു ഫ്രാഞ്ചൈസി എപ്പോഴും തുടങ്ങുന്നില്ല. കാരണം ഇപ്പം മിഷൻ ഇമ്പോസിബിൾ വരുന്നുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രാഞ്ചൈസി എവർ എന്നുള്ള ഇത് നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ്. അപ്പം അങ്ങനെ വലുതാവുന്നത് നമ്മുടെ ഇപ്പം ബേസിക് ഇൻഡസ്ട്രിക്കും നല്ലത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ്. കാരണം ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത, എക്സ്പെഷ്യലി മലയാളത്തിലൊന്നും ഇങ്ങനത്തെ ഒരു ഫിലിം മേക്കിംഗ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പാൻ ഇന്ത്യൻ മൂവിയാണ് തീർച്ചയായിട്ടും. പൃഥ്വിരാജും പിന്നെ പ്രഭാസും ഒക്കെ വരുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ വേറൊരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് നമുക്ക് കാണാൻ കഴിയും. KGF പോലുള്ളൊരു വലിയ ഫിലിം ഡയറക്ടറായ പ്രശാന്ത് നീലിനും തീർച്ചയായിട്ടും ഒരു വലിയ സിനിമ ഉണ്ടാക്കാൻ കഴിയും. ശരിക്കും കുറച്ച് ഹിൻ്റൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ സിനിമയുടെ. KGF-ന്റെ ടൈമിംഗ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഇത് കണ്ടിന്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും KGF 3 ഇറങ്ങുന്നെങ്കിൽ ഇതിനൊരു തീർച്ചയായിട്ടും ഒരു ഇതുണ്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും റോക്കിയുടെ മുകളിൽ ആരും കാണാനൊരു ചാൻസ് ഇല്ല. BGM-ഉം ആ ഡയലോഗും തമ്മിലുള്ള ഇത് വേരിയേഷൻ ഉണ്ടല്ലോ, പക്ഷേ ഇതിൽ പരസ്പരം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ പൊതുവേ കാണുന്നതെന്ന് വെച്ചാൽ ഈ സിനിമ കാണാനുള്ള പ്രധാന കാരണം നമ്മുടെ പ്രശാന്ത് നീലും പിന്നെ പൃഥ്വിരാജും കൂടെയാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. പ്രഭാസിനെ ഞാൻ കൂട്ടുന്നില്ല. അത് ഓക്കെ. അപ്പോൾ പൃഥ്വിരാജ് ചൂസ് ചെയ്യുന്ന ഫിലിം തന്നെ നല്ലൊരു ഫിലിം ആയിരിക്കും. പിന്നെ പ്രശാന്ത് നീലിൻ്റെ സെക്കൻഡ് ഫിലിമും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പെക്ടേഷനാണ് ഉള്ളത്. അങ്ങനെ പുള്ളിക്കാരനെ പോലെ ക്രിയേറ്റ് ചെയ്യാനാണെന്ന് ഞാൻ തോന്നുന്നില്ല. അപ്പോൾ LCU എന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ ഒന്നാണ്. പുള്ളിക്കാരൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് പറയാനാ, അങ്ങനെ പരസ്പരം കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. എന്തായാലും അടിപൊളിയായിരിക്കും ഉറപ്പാണ്. അതിനേക്കാളും കുറച്ചും കൂടെ മുന്നേറി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് റോക്കിനേക്കാളും മുന്നിലോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തോ ഒരു KGF കണ്ടതുകൊണ്ടാണ് തോന്നുന്നത്. KGF പോലെ ഒരു ഫീൽ ചെയ്തു, വലുതായിട്ടൊന്നും തോന്നിയില്ല. അതേ KGF വരുന്ന ആ ഒരു ഇത് തന്നെയാണ്. കാരണം എൻ്റെ ഒരു കോപ്പി പോലെ തോന്നി. എന്തായാലും പടം വരട്ടെ, പടം വന്നിട്ട് കാണാം ഉറപ്പായിട്ടും. കാരണം രാജുവേട്ടൻ ഈ പടത്തിൽ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവാണ്, എന്തായാലും നെഗറ്റീവ് അത് മാറ്റമില്ല, നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ എന്തായാലും ഈ ഒരു പടം വരുമ്പോൾ ചിലപ്പം പ്രഭാസിനെക്കാട്ടി ഒരു പടിക്ക് മുകളിൽ രാജുവേട്ടൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആക്ടിങ് ആണെങ്കിൽ എല്ലാം കൊണ്ടും എന്ത് പറയാനുണ്ട്, ഒരിക്കലും ഒരു വില്ലൻ്റെ പേര് നല്ല രീതിയിൽ റീച്ച് ആവും ആ ഒരു സലാറ് കൊണ്ട്. പിന്നെ നല്ല പടങ്ങളാണ് രാജേട്ടൻ സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ ഇനി ഓരോന്ന് വരാൻ നിൽക്കുകയാണ്. പിന്നെ പടങ്ങളൊക്കെ ഒരു നിരാശയാണെങ്കിലും അധികം ഓടിയില്ലെങ്കിലും സലാർ അതൊന്നും നോക്കുന്നില്ല. കാരണം സലാറിൽ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രശാന്ത് നീൽ എന്നൊരു ഡയറക്ടർ തന്നെയാണ്. അതുകൊണ്ട് ആ പടത്തിന് അതിന് ഒരിക്കലും ബാധിക്കില്ല. പിന്നെ പ്രഭാസ് ഇത് ഒരിക്കലും എല്ലാ നടനും വന്ന് ഒരു പടം ഫ്ലോപ്പായെന്ന് പറഞ്ഞ് അടുത്ത പടം വീണ്ടും ഫ്ലോപ്പ് ആവണമെന്നില്ല. ചിലപ്പോൾ സലാർ വഴി ആ പഴയ ഒരു ബാഹുബലിയുടെ പേര് പുള്ളി തിരിച്ചു പിടിക്കാം. അതുകൊണ്ട് ഒരിക്കലും അത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു നടനാകുമ്പോൾ ഒരുപാട് തോൽവിയും ഒരുപാട് ഹിറ്റും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ ഒരു പടം ചിലപ്പം ബാഹുബലിയെക്കാട്ടി മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളിൽ ഇതൊക്കെ തിരിച്ചെടുക്കുക, ഒരു രാശിയില്ല അല്ലെങ്കിൽ പ്രഭാസിൻ്റെ ഫ്ലോപ്പാണ് എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കത്തില്ലല്ലോ. സോ ഇതൊരു ഹിറ്റായിരിക്കും. കാരണം ഇത് ഒരുപാടുണ്ട്. കാരണം പറയാനാണ്, ഇപ്പോൾ ഒരു ആദിപുരുഷാണെങ്കിലും രാധേശ്യാമാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരും അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. സോ ഉറപ്പായിട്ടും സലാർ നല്ല രീതിയിൽ ഓടാൻ ചാൻസ് ഉണ്ട്. But they should have named it a glimpse. So there is nothing much in the teaser actually. So it was nice. I liked it.